സന്ദീപ് വാര്യർ കോൺഗ്രസിന് ഒരു ബാധ്യതയാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അദ്ദേഹമാണ് സന്ദീപ് വാര്യരാണ് കുത്തിപ്പൊക്കി കൃഷ്ണകുമാറിനെതിരെ വലിയൊരു അലിഗേഷൻ ഉണ്ടെന്നും ഒരു ബോംബ് ഉണ്ടെന്നും എന്നുള്ള രീതിയിൽ വി.ഡി. സതീശനെ പ്രകോപിപ്പിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടു നിർത്തിയത്. അവസാനം അതൊരു ബോംബ് പോയിട്ട് നനഞ്ഞ പടക്കം പോലും അല്ലാതാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സന്ദീപ് വാര്യരുടെ ഇത്തരം പ്രവർത്തികൾക്കെതിരെ തൃശൂർ DCC അതുപോലെ പാലക്കാട് DCC ഒക്കെ KPCCക്ക് ഓൾറെഡി പരാതി കൊടുത്തു കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പലതരത്തിലും കോൺഗ്രസ് നേതാക്കളെ, അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ഈ സന്ദീപ് വാര്യർ BJP-യോടുള്ള പകപോക്കൽ അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പരാതികൾ സന്ദീപ് വാര്യർക്കെതിരെ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ KPCCക്ക് പോകുന്നു. പാലക്കാട് അടുപ്പിക്കുന്നില്ല, തൃശൂർ അടുപ്പിക്കുന്നില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കൃഷ്ണകുമാറിനെതിരായ ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ലെന്ന് കോൺഗ്രസിന് തന്നെ മനസ്സിലായിരിക്കുന്ന സാഹചര്യത്തിൽ സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഒരു വലിയ അല്ലെങ്കിൽ ഒഴിഞ്ഞു തീർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ബാധ്യതയാവുകയല്ലേ? ഈ മച്ചി പശുവിനെ തൊഴുത്തു മാറ്റി കെട്ടിയാൽ ആ മച്ചി പശു പ്രസവിക്കാനും പോകുന്നില്ല, പാല് തരാനും പോകുന്നില്ല എന്നുള്ള കാര്യം ഇത് അങ്ങനെയൊന്നും അല്ല. അതൊരു മച്ചി പശു ആണെന്നുള്ള കാര്യം കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. ഇന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. അതെ അതെ, ഇന്നലെ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിന് ഒരു വള്ളിയാകുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പം അത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് മാത്രമല്ല, ഇന്നലെ സന്ദീപ് വാര്യർ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഈ നീതു സൂചിപ്പിച്ചതുപോലെ ഈ ആരോപണം അല്ലെങ്കിൽ ലൈംഗിക ആരോപണം കൃഷ്ണകുമാറിനെതിരെ വന്നു കഴിഞ്ഞപ്പം ഈ യുവരാജ് ഗോകുൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന സാധനത്തിനെ BJPക്ക് അകത്തു നിന്നും വി.ഡി. സതീശൻ എടുത്തുകൊണ്ട് പോയി ഒരു 10-25 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവാണ് എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് പോയി ഇപ്പൊ കറന്നു നോക്കിയപ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പൊ കറക്കാൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഇത് മച്ചിയാണെന്ന് മനസ്സിലാവുന്നുള്ള രീതിയിൽ ഒരു ആക്ഷേപഹാസ്യവും ഒക്കെ എന്നിട്ട് ഈ പ്രേക്ഷകരൊക്കെ കണ്ടു കാണും. അത്തരത്തിലൊരു വലിപ്പത്തിൽ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഒരു ബാധ്യതയാവുകയാണ്. അപ്പം ഇദ്ദേഹത്തെ നമ്മൾ ഈ പറയുമ്പം പല കാര്യത്തിനകത്തും ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും അഭിപ്രായം പറയുമെങ്കിലും കെ മുരളീധരൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നമ്മൾക്ക് ഓർമ്മ വരികയാണ്. ഇയാളെ ഇതിനകത്ത് എടുത്തപ്പോ കെ മുരളീധരൻ പറഞ്ഞു, എന്തോ ഇതിനാ ഈ വയ്യാവേലിയൊക്കെ, ആർക്കും വേണ്ടാത്ത സാധനത്തിനെ നമ്മുടെ ഇതിനകത്തോട്ട് വലിച്ചു വെക്കുന്നു. നമ്മുടെ പാർട്ടിക്കകത്ത് ആവശ്യത്തിലധികം ആളുണ്ട്, അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന സമയത്താണ് ഇതുപോലുള്ള വയ്യാവേലി അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയും എടുത്തു കളയുന്ന വിഴുപ്പുകളെ ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നെന്നുള്ള രീതിയിൽ അദ്ദേഹം വന്ന് സംസാരിച്ചതിന് ശേഷം ഇദ്ദേഹം പോയി അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു, അയ്യോ അങ്ങേ കണ്ട സൂര്യനെ പോലെയാണ്, കടലിനെ പോലെയാണ്, ചന്ദ്രനെ പോലെയാണ്, ആനയെ പോലെയാണ്, തൃശ്ശൂർ പൂരം പോലെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്ന് വെച്ചാൽ ഒരിക്കലും കണ്ടാൽ മതി വരാത്ത രീതിയിലേക്കുള്ള ഒരു നേതാവാണെന്നൊക്കെ പറഞ്ഞ് അയാളെ അവിടുത്തെ അയാളെ ചെള്ളക്ക് പിടിക്കുകയോ വേറെ ഏതൊക്കെ ഭാഗത്ത് പിടിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ പുള്ളി ഇതങ്ങ് കളഞ്ഞു. എന്നാലും പുള്ളിയുടെ അഭിപ്രായത്തിനകത്ത് വ്യത്യാസമൊന്നുമില്ല. അപ്പം അത് അന്നേരം അങ്ങനെ സോൾവ് ചെയ്തു. അപ്പൊ ഇയാൾ ഇതിന് ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇയാൾ ഒരു വലിയ വ്യക്താവായിട്ട് അങ്ങ് നിൽക്കുകയാണ്. കാരണം ഇയാള് ഒരു വ്യക്താവായിട്ട് അങ്ങ് നിൽക്കുകയും ഇയാളെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ അല്ലെങ്കിൽ ചാനലുകൾക്ക് ആഘോഷിക്കാൻ കാര്യങ്ങൾ കിട്ടുമെന്ന് കണ്ടുകൊണ്ട് ഇയാളെ കാണുമ്പോഴത്തേന് ചാനലുകാര് മൈക്കും എടുത്ത് അയാളുടെ അണ്ണാക്കിലോട്ട് കുത്തിക്കയറ്റി കൊടുക്കും. അയാൾ എന്തെങ്കിലും ഒക്കെ പറയും. അപ്പൊ ആദ്യം കുറെ നാൾ ഇയാളെ കൊണ്ട് കാര്യങ്ങൾ പറയിക്കാൻ ഇയാൾ ഇറങ്ങി അന്ന് തൊട്ട് ഈ പറഞ്ഞിട്ടില്ല, ഉറങ്ങി എണീറ്റിട്ട് ഉറങ്ങുമ്പോ ഒരു കാര്യം പറയും, ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട് വേറെ കാര്യം പറയുന്ന പോലെ ഇതിനകത്തുനിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് മോദിയെ പറയുന്നു, BJPയെ പറയുന്നു, RSSനെ പറയുന്നു. അപ്പൊ ഇത് പറയേണ്ടതായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അതായത് മതമൗലികവാദികളുടെ വ്യക്താവായിട്ട് വളരെ കൃത്യമായിട്ട് അവതരിക്കുകയും അവരേറ്റെടുത്തതിനെ കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്ത് ഡെയിലി അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒക്കെ പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലേക്ക് അന്ന് വർത്തമാനങ്ങൾ വന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ സംശയിക്കത്തക്ക രീതിയിലൊക്കെയുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വർത്തമാനം. അതിനുശേഷം ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും മത്സരിക്കണം. അതായത് പാലക്കാട്ട് നിന്ന് ഒരുപക്ഷെ BJP ഇപ്പം പറയുന്നതും അല്ലെങ്കിൽ BJPയുടെ അഭിപ്രായം അനുസരിച്ച് നടപടിക്ക് വിധേയനാവാനിരുന്ന ആൾ ഒരു സീറ്റിന്റെ പേരും പറഞ്ഞ് അതിനകത്തുനിന്ന് വെളിയിൽ വന്ന്, അതായത് സ്റ്റേജിൽ ഒരു സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ കാരണത്താൽ അതിനകത്തുനിന്ന് വെളിയിൽ വന്ന് കോൺഗ്രസിനകത്ത് CPM പറഞ്ഞു നമുക്ക് വേണ്ട, ഈ സൈസിനെ നമുക്ക് വേണ്ട, ഇതിനെ നമുക്ക് ഉൾക്കൊള്ളാനേ പറ്റത്തില്ല. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, CPM പറഞ്ഞു നമുക്ക് വേണ്ട, കോൺഗ്രസ് ഇതിനെ എടുത്ത് ആരണ്ടൊക്കെ പറഞ്ഞു എങ്ങാണ്ടൊക്കെ പോയി സംസാരിച്ചു, ഏതാണ്ടൊക്കെ കൊടുത്തു, ചർച്ച ചെയ്തു, ഇതിനകത്ത് എടുത്തുകൊണ്ട് വന്നു, എടുത്ത് തോളയിലേറ്റി ഇപ്പൊ എല്ലാവരുടെയും കൂടെ നടന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന
കോൺഗ്രസിനകത്ത് എത്ര പറയുമ്പോഴും ഈ കേരളത്തിനകത്തു നിന്ന് പരിശോധിക്കുമ്പോഴും വലിയ വലിപ്പത്തിലുള്ള നേതാക്കന്മാരുണ്ട്. അവരൊക്കെ ഇപ്പൊ അഭിപ്രായം പറയുന്നില്ല. ഒരുപക്ഷെ രമേശ് ചെന്നിത്തല പറയുന്നില്ല, മുതിർന്ന നേതാക്കന്മാരൊന്നും പറയുന്നില്ല. എല്ലാ കാര്യത്തിനും പുള്ളിക്ക് അഭിപ്രായമുണ്ട്. ഏറ്റവും അവസാനം ഈ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA വിഷയം എല്ലാവരും ഏറ്റെടുത്തപ്പോൾ അതൊരു വിഷയമായതുകൊണ്ടും അത് കൂടുതൽ ഏറ്റെടുത്താൽ പാർട്ടിക്ക് ദോഷമുണ്ടാവും എന്ന് കണ്ടും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആ ഒരുപക്ഷെ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാതെ കോൺഗ്രസ് അതിനകത്ത് വന്ന ഡാമേജ് കൊണ്ട് കോൺഗ്രസ് അത് കൃത്യമാക്കി അതിനകത്തൊന്ന് തലയുരാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ പാലക്കാട്ട് എന്നിട്ട് പറഞ്ഞു ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല, BJP-ക്കാരാണ് ഇത് മൊത്തം ഉണ്ടാക്കിയതാണ്, മറ്റേതാണ് മറിച്ച്. അതായത് ആ സംഭവം വീണ്ടും വലുതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അവസ്ഥയും കോൺഗ്രസ് അവരെയും പ്രതിസന്ധി. എന്നിട്ട് പിന്നെ VD സതീശൻ ആകപ്പാടെ VD സതീശൻ ഇതിനകത്ത് പെട്ടു നിൽക്കുകയായിരുന്നു. കാരണം മാങ്കൂട്ടത്തിന്റെ ആള് എന്നുള്ള രീതിയിൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നതും സീറ്റ് മേടിച്ചു കൊടുത്തതും മാങ്കൂട്ടത്തിനെ വളർത്തിയെടുത്തതും അല്ലെങ്കിൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിക്കകത്തെ അച്ഛൻ എന്നുള്ള രീതിയിലും ഒക്കെ മറ്റു VD സതീശനെതിരെയുള്ളവർ പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്താണ് നമുക്ക് ഇതിന് മറുപടി കൊടുക്കുന്നതിന് വേണ്ടി ഒരു സാധനം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പണ്ടങ്കാണ്ടെടുത്ത് അവർ കളഞ്ഞ് കോടതിയും കളഞ്ഞ് വെളിയിൽ കൊണ്ടുവന്ന ഇല്ലാത്ത ഒരു ആരോപണം ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെ തെറ്റിദ്ധരിപ്പിച്ചു കൊടുക്കുകയും ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ഉന്നയിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ക്രെഡിബിലിറ്റി മൊത്തവും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് കാണുന്നത്. ഇപ്പം ഇതിനകത്ത് വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇയാളെ പാർട്ടിക്കകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം പാർട്ടിക്കകത്ത് പരമ്പരാഗതമായിട്ട് വന്നിട്ടുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ, അത് തൃശ്ശൂർ DCC പറഞ്ഞു കഴിഞ്ഞു, തൃശ്ശൂർ ഇയാൾ വന്നു, തൃശ്ശൂര് സീറ്റിന് വേണ്ടി ഇയാൾ സ്വയം പ്രഖ്യാപിതമായിട്ട് നിൽക്കുന്നു, അതിവിടെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. അതുപോലെ ക്ഷണിക്കാത്ത പരിപാടികൾക്ക് ഇയാൾ കയറി വരികയാണെന്നാണ് പറഞ്ഞത്. പരിപാടിക്ക് പോലും ക്ഷണിക്കേണ്ട ഇയാൾ അങ്ങ് വരികയാണ്. അപ്പൊ അത്തരത്തിൽ അനുവദിക്കാൻ പറ്റുന്ന KPCC പരാതി. പാലക്കാട് DCC ഈ വിഷയത്തിനകത്ത് ഇന്നലെ പ്രതിഷേധം നടത്തിയപ്പോൾ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ളവര് ഈ കൃഷ്ണകുമാറിനെതിരെയുള്ള പ്രതിഷേധത്തിനകത്ത് കോൺഗ്രസിനകത്തെ അതിർത്തി കാരണം പ്രതിഷേധ പരിപാടിക്കകത്ത് ആളില്ലാതെയായി. മാത്രമല്ല കാളയിൽ വെച്ചിട്ട് ഈ പറയുന്ന BJP ഓഫീസിലെ പ്രകടനം നടത്താൻ പോയപ്പോൾ ആ പ്രതിഷേധത്തിനകത്ത് ഒക്കത്തില്ല, അതിനകത്ത് കോൺഗ്രസിനകത്ത് പങ്കെടുക്കത്തില്ലെന്നും കോൺഗ്രസിനകത്ത് അതിർത്തി ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതായത് ഈ കോൺഗ്രസിനകത്ത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നതിനും അല്ലെങ്കിൽ അദ്ദേഹത്തിനനുസരിച്ച് കോൺഗ്രസ് വഴങ്ങിക്കൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് KPCCക്ക് പരാതി, അല്ലെങ്കിൽ അത്തരത്തിൽ ഇനി അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതായത് സന്ദീപ് വാര്യർ കോൺഗ്രസിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബാധ്യതയാകുന്നു, കോൺഗ്രസിന് വള്ളിയാകുന്നു. ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി കോൺഗ്രസ് കടന്നു പോകുമ്പോൾ കേരളത്തിൽ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതെയായി പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഈ പറയുന്ന ഘടകകക്ഷികളെ ഒന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ഈ കോൺഗ്രസ് കേരളത്തിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ ബലപരീക്ഷണത്തിൽ നീങ്ങുമ്പോൾ ഇതുപോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട്, പക്ഷെ മാങ്കൂട്ടത്തിനകത്ത് അയാൾ KS-നകത്തൂടെ യൂത്ത് കോൺഗ്രസിനകത്തൂടെ ഒക്കെ വന്ന് അയാൾക്ക് ഒരു അബദ്ധം പറ്റി, അതിനകത്തൂടെ പ്രശ്നം ഉണ്ടായി. അതിന്റെ പ്രശ്നം മാറുന്നതിന് മുമ്പേ കോൺഗ്രസിനകത്ത് നിൽക്കുന്നവർക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത, കോൺഗ്രസിന് തലവേദനയാകുന്ന, കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായം പറയുകയും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വാര്യരെയാണ് കാണുവാൻ സാധിക്കുന്നത്. വാര്യർക്ക് സ്വന്തം കാര്യം, അതിനകത്തുനിന്ന് കിട്ടാത്ത സീറ്റ് ഇതിനകത്തുനിന്ന് മേടിച്ച് അടുത്ത പ്രാവശ്യം ഒരു MLA ആയി പുള്ളിയുടെ കച്ചവടവും നടത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അയാളെ ഇങ്ങനെ കൊണ്ടുപോയാൽ കോൺഗ്രസിന് നാളെ ഒരു ബാധ്യതയാകും എന്ന് പ്രമുഖ നേതാക്കന്മാർ ഒരുപക്ഷെ 2 DCC ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു. അത്തരത്തിലേക്ക് വാര്യർ കോൺഗ്രസിനൊരു വള്ളിയായി മാറിയിരിക്കുന്നു. ഈ പറഞ്ഞ യുവരാജ് ഗോകുൽ പറഞ്ഞതുപോലെ പശുവിനെ മേടിച്ചു, തെറ്റിദ്ധരിച്ചു, കറന്നു നോക്കിയപ്പോഴാണ് മച്ചിപ്പശു ആവുന്നത്. മേടിച്ചപ്പോഴും അല്ലെങ്കിൽ വിചാരിച്ചതും 10-25 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവാണെന്ന് വെച്ചാണ് വാങ്ങിച്ചത്. വാങ്ങിച്ച് തൊഴുത്തിൽ കൊണ്ട് കെട്ടി കറക്കാൻ ചെന്നപ്പോൾ ഇത് മച്ചിയാണെന്ന് മനസ്സിലാവുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്കാണ് ആക്ഷേപം ഇത് ഒരുപക്ഷെ യുവരാജ് ഗോകുൽ അല്ലെങ്കിൽ BJP നേതാക്കന്മാരൊക്കെ ഉന്നയിച്ചത്. ഇതേ അഭിപ്രായം തന്നെയാണ് ഇപ്പം സാധാരണ കോൺഗ്രസ്സുകാരിൽ നിന്നും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്നും വരുന്നത്. ഈ പറയുന്ന സന്ദീപ് വാര്യരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി കോൺഗ്രസിന് ഒക്കത്തില്ല. കോൺഗ്രസിന് അല്ലെങ്കിൽ അത്തരത്തിൽ കൊണ്ടുപോയാൽ കോൺഗ്രസിന് വളരെ ദോഷം ചെയ്യും. ഒരുപക്ഷെ അടുത്ത ഇലക്ഷനെ ഈ കോൺഗ്രസിന് സന്ദീപ് വാര്യർ ഒരു ബാധ്യതയാകും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളാണ് കോൺഗ്രസിന്റെ അഭിപ്രായം പറയാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. KPCC പ്രസിഡന്റ് ആയാലും പ്രതിപക്ഷ നേതാവായാലും മറ്റു മുതിർന്ന നേതാക്കന്മാരും ഒക്കെ ഉള്ളപ്പോൾ എല്ലാ കാര്യത്തിനും അഭിപ്രായം പറഞ്ഞ് കോൺഗ്രസിന്റെ അപ്പോൾസനായിട്ട് ഇയാൾ ഇങ്ങനെ പോകുന്നതിന് വേണ്ടി സാധിക്കത്തില്ല, അത്തരത്തിൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്കുള്ള അഭിപ്രായം ഈ പറയുന്ന പാലക്കാടും ഒരുപക്ഷെ തൃശ്ശൂരും കോൺഗ്രസിനകത്തും ഒക്കെ വളരെ വലിയ വലിപ്പത്തിൽ വരുന്നു. ആ അഭിപ്രായം പറയുന്നത് മാത്രമല്ല പ്രമുഖമായിട്ടുള്ള DCCകൾ കാര്യം കാണിച്ച്
ഒരുപക്ഷെ KPCC പരാതി വരെ കൊടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പൊ മാധ്യമങ്ങളിൽ നിന്നും നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വാര്യർ ഒരു വലിയ ബാധ്യതയാകുന്നു കോൺഗ്രസിന് എന്ന് വേണം നമ്മൾക്ക് കരുതാൻ. അതാണ്. എന്തായാലും വാര്യർ ഇത്തരത്തിൽ സന്ദീപ് വാര്യർ ഇത്തരത്തിൽ കോൺഗ്രസിന് വലിയ ബാധ്യതയാവുകയാണ്. കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് വിഷയത്തെക്കുറിച്ച് അറിയുന്ന കോൺഗ്രസ് പ്രവർത്തകരുണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി നിന്ന് സന്ദീപ് വാര്യർ തന്റേതായ ഒരു അഭിപ്രായം പറയുന്നു. അത് കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് പ്രവർത്തകർക്കിടയിൽ വളരെ മുഷിച്ചിലുണ്ടാക്കുന്നത്. എന്തായാലും തൃശൂർ DCCയും പാലക്കാട് DCCയും ഒക്കെ KPCCക്ക് സന്ദീപ് വാര്യർക്കെതിരായി പരാതി നൽകി കഴിഞ്ഞു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.